ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജനപങ്കാളിത്തവും വർദ്ധിക്കുന്നു. മലയാളികളുടെ പങ്കാളിത്തമാണ് മേളയിലെ ഒരു പ്രത്യേകത. പലർക്കും സൗഹൃദങ്ങൾ പുതുക്കാനുള്ള വേദി കൂടിയാണ് ഇവിടം. 5-ാം തീയതി തിരിതെളിഞ്ഞതു മുതൽ ലോക സാഹിത്യത്തിന്റെ പരിച്ഛേദമാവുകയായിരുന്നു ഷാർജ രാജ്യാന്തര പുസ്തകമേള. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് എഴുത്തുകാരും പ്രസാധകരുമാണ്. പുസ്തകങ്ങളെയും വായനയെ സ്നേഹിക്കുന്ന ആളുകളുടെ സംഗമ ഭൂമി കൂടിയായി ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ വേദി. മലയാള പുസ്തകങ്ങൾക്ക് മികച്ച പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ മലയാളികളുടെ വലിയ സാന്നിധ്യവും ഇവിടുത്തെ പ്രത്യേകതയായി. ലോകത്തെ 2ാമത്തെ പുസ്തകോത്സവം എന്നതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പറയുന്നത്. അവിടെ നമ്മുടെ അമ്മ മലയാളത്തിന്റെ പുസ്തകങ്ങൾ നിരനിരയായി ഇരിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ എഴുത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രവാസ എഴുത്തുകാർ നിരവധി പേരുണ്ട്. അപ്പോൾ എഴുത്ത് സംഭവിക്കുന്നുണ്ട്, വായന സംഭവിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ചില കുട്ടികൾ എഴുതുന്നുണ്ട്, ടീനേജ് യങ് ആൾക്കാർ എഴുതുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മാത്രം തളച്ചിടപ്പെടാതെ പുസ്തകങ്ങൾ എഴുതുന്നു, ഭാവനകൾ സംഭവിക്കുന്നു, അന്വേഷണങ്ങൾ നടത്തുന്നു. നൂറുകണക്കിന് പുസ്തകങ്ങളുടെ പ്രദർശനത്തിനും പുസ്തകവേദി സാക്ഷിയായി. ഇന്ത്യക്കാർക്കായി റൈറ്റേഴ്സ് ഫോറം എന്ന പേരിൽ പ്രത്യേക പവലിയൻ തന്നെ ഒരുക്കിയിരുന്നു. പലർക്കും സൗഹൃദങ്ങൾ പുതുക്കാനുള്ള വേദി കൂടിയായിരുന്നു രാജ്യാന്തര പുസ്തകോത്സവ വേദി. പുസ്തകമേള അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിക്കും തിരക്കും വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. കലാസാംസ്കാരിക പരിപാടികളിലും സമ്പന്നമാണ് പുസ്തകോത്സവ വേദി. ലോക സാഹിത്യം ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും നിരീക്ഷിക്കപ്പെടുന്നത് മലയാളത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ദേശങ്ങളും ഭാഷകളും കടന്ന് മലയാള സാഹിത്യം പടർന്നു പന്തലിക്കുകയാണ്. ഷാർജ പുസ്തകോത്സവ വേദിയിൽ നിന്നും ഇബിജോ തോമസ്, NTV, ഷാർജ. NTV UAE to the world.